कमरे में बंद हो और चाबी खो जाए ഈ സിനിമകളെ അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു. அது அப்படிதானே இருக்கும். ஏன்னா நான் தானே அவளோட பியூட்டிஷியൻ. ശരിയാ, ചേച്ചി അടിപൊളിയാ. നമുക്കിവിടെ ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങിയാലോ? പിന്നെന്താ. ആ ചിരി കണ്ടില്ലോ, എന്നെ രസമാ. ഒന്നുമില്ല. അല്ല, ആദ്യം ഇവിടെ കണ്ടില്ലല്ലോ. അവനോ? അവനെന്തോ ഫ്രണ്ട്സ് വന്നിട്ടെന്ന് പറഞ്ഞ വിളിക്ക്. ആ ഇതാണോ? അയ്യോ, നീ അവിടെ നോക്കുന്നു. നീ എന്തുവാ കാണിക്കുന്നത്? നീ അവിടെ നോക്കുന്നു. എനിക്ക് നാണോ? അയ്യേ, എന്താ ഇത്? എവിടെ നിന്റെ കാറ്റത്താടാക്കും നട്ടില്ലേ? ഒന്ന് കുഞ്ഞെന്ന് ഞാനൊന്ന് കാണട്ടെ. അയ്യേ, ആ അപ്പൊ ഉറപ്പിച്ചോളാം. വാഴപ്പിണ്ടി മോളസേ, ഇന്ന് വന്നേ. So guys, it's the wife. I'm a global guy wife. Hi guys, I'm Helisa. ഹായ്, ഞാൻ അലക്സ്. പിന്നെ കുട്ടിയെ പറ്റി ഒരുപാട് പറയാറുണ്ട്. ഓ റിയലി? എന്തൊക്കെയാ പറയാറ്? എന്തായാലും നല്ലൊന്നും ആയിരിക്കില്ല. Yes, correct. Oh, you are a genius. ഇവിടെ എപ്പോഴും കുട്ടിയെ പറ്റി ചോദില്ല. മോളസേ, നീ ഒന്ന് വിശ്വസിക്കുന്നത്. ഹായ്, ഞാൻ സായി കൃഷ്ണ ഫ്രം മലപ്പുറം. 25 വയസ്സ്, മൂലം നക്ഷത്രം, അൺമാരീഡ് ബാച്ചലർ. ഇതൊന്നോട് ചോദിച്ചില്ലല്ലോ ഇനി. അല്ല, ഇതൊക്കെ പറയേണ്ടത് നമ്മുടെ കടമയാണല്ലേ. കടമ ഇച്ചിരി കൂടുന്നുണ്ട്. അപ്പോ താമസമൊക്കെ എവിടാ? അതൊന്നും എടുത്തോ. ഓ, പിന്നെ ഇസ ആ, നിങ്ങൾ വന്നോ? ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാവേ. ഈ തങ്ങപ്പോലുള്ള കൊച്ചിനെ പറ്റി ഒന്നോടാ നീ അപവാദമൊക്കെ പറഞ്ഞുണ്ടാക്കിയത്? അതൊക്കെ പണ്ടല്ലേ. ഒരു കുടുംബത്തിലെ ചട്ടിയും കലാകുമ്പോ തട്ടി കൂട്ടിന്നൊക്കെ ഇരിക്കും. കുടുംബമൊന്നുമില്ലാത്ത നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പട്ടികളെ. അങ്ങനെ കുടുംബത്തിൽ കെട്ടാൻ കൊള്ളാത്തവന് ഡ്യൂപ്ലിക്കേറ്റ് കുടുംബമായപ്പോ അവന്റെ അഹങ്കാരം കണ്ടില്ലേ? ഈ കണക്കിന് ഒരു ശരിക്കും കുടുംബമായിരുന്നെങ്കിലോ? എന്റെ പൊന്നോ, യവന് കുടുംബം ഒന്ന് പോയിച്ചായ അതിനവന് പെണ്ണിടണ്ടേ? ഇവനൊക്കെ ആരേലും നല്ല കുടുംബത്തിൽ നിന്ന് പെണ്ണ് കൊടുക്കൂ? അതും ശരിയാണ്. നിങ്ങൾ വന്നോ? ഞാൻ വിചാരിച്ചു വരില്ലായിരിക്കും. നീ വിളിച്ചാ ഞങ്ങൾ വരാതിരിക്കോ? ഓ, ഞാൻ ചുമ്മാ ഒന്ന് വിളിച്ചു നോക്കിയതായിരുന്നു. അപ്പോഴേ ഇനി പോന്നോണം. തേണ്ടി, നിനക്ക് വേണ്ടി എന്റെ പാവ ഇച്ചാനെ കൊണ്ട് സാരി അയ്യാൻ ചോദിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു അറിയോ? എന്നിട്ട് വിളിച്ചു വരുത്തി അപമാനിക്കുന്നു. ഞാൻ പതുക്കെ ആരെയും കേൾക്കും. ഓ, അതിനിപ്പോ എന്നാ, അവക്കെല്ലാം അറിയാം. എല്ലാമോ? ആ, അറിയാം. ഇച്ചാനല്ലേ വീട്ടിലെ പണിയൊക്കെ ചെയ്യുന്നേ? ഇവിടെ പറയാറുണ്ട്. നോണക്കേട്. അല്ല, ഞാൻ അവളുടെ ഭർത്താവാണല്ലോ. അപ്പൊ അവളെ കൊണ്ട് ഒറ്റയ്ക്ക് ജോലി ചെയ്യിക്കുന്നത് തെറ്റല്ലേ? ഈക്വാലിറ്റി എല്ലാത്തിനും പ്രധാനമാണല്ലോ. അതെ അതെ. അല്ലടി, നിന്നെ മറ്റേ റൂംമേറ്റ് എന്തിയേ? അവനെ കാണാനാ ഞാൻ വന്നത് തന്നെ. ഓഹോ, ആ നിക്ക്, വിളിക്കാം. ആദി, എന്റെ മോളൂസ്. അമ്മാവേ, അത് നോക്കി. അതെ, കഴിഞ്ഞു വെളിയിൽ വാ.
ഒന്നാസ്വദിച്ച് വരുമായിരുന്നു. ഓക്കെ ബൈ. എന്റെ വൈഫ് വിളിക്കുന്നു. എന്താ ഡാർലിംഗ്? ഇതാ ഞാൻ പറഞ്ഞ എന്റെ ഫ്രണ്ട്. ഇവിടെ വീട് നോക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്തില്ലേ? ഓ മറ്റേ 5 ലക്ഷം രൂപയ്ക്ക് വെല്ലന്റെ വീട് മേടിക്കുന്നൊക്കെ മണ്ടി പെണ്ണല്ലേ? എന്റെ കർത്താവേ, ഇവരെ കാണാനാണല്ലോ ഞാൻ സാരി കൊടുത്തു ഒരുങ്ങി കെട്ടി വന്നത്. എനിക്ക് എന്നതിന്റെ ആയിരുന്നു പുല്ല്. എന്നാലും എന്റെ പെങ്ങളെ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? ആ 5 ലക്ഷം രൂപ എന്തിനാ വെല്ലനും കൊണ്ട് കൊടുത്തേ? സത്യം പറഞ്ഞാൽ അത് എനിക്കാണ് തരേണ്ടത്. അത് പിന്നെ പറ്റിപ്പോയി ബ്രോ. സാരമില്ല, ഞാൻ പിന്നെ ഒരു വിശാല മനസ്കനായ കൊണ്ട് കുഴപ്പമില്ല. ഇത് ജരീദ, പിന്നെ ഇതുള്ള ഹസ്ബൻഡ് ചെറിൻദേവി. ചെറിൻദേവി, ഈ പേര് ഞാൻ എവിടെയോ. അല്ല ബ്രോ എന്താ ചെയ്യുന്നേ? ഞാനിവിടെ ഒരു കമ്പനിയില് റൈറ്ററായിട്ട് വർക്ക് ചെയ്യാം. ചെറിയ രീതിയിൽ ബുക്സ് ഒക്കെ എഴുതും. വെറുതെ അല്ല ബ്രോ അല്ലേ ഡ്രിങ്ക്സ് ബ്രോക്കർ ഡ്രിങ്ക്സ് ചിറാഗോഡിന്റെ കിനാവുകളുടെ ഓദർ. അതെ ഞാൻ തന്നെ. അയ്യോ ഞാൻ ബ്രോയുടെ വലിയ ഫാനാ. ഓ ആ 10ാമത്തെ ചാപ്റ്റർ ഇല്ലയോ, അത് ഇപ്പോഴും എന്റെ ഉറക്കം കെടുത്തു. പിന്നെ 15ാമത്തെ ചാപ്റ്ററിന്റെ കാര്യം പറയേ വേണ്ട. വായിച്ചിട്ട് എന്റെ രോമം എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. ചേട്ടന്റെ ഹംപ്റ്റി ഡംപ്റ്റി സാറ്റിനവാല CBSE ഡയലോഗില്ലേ, വാ എങ്ങനെ ഇങ്ങനെ കാവ്യാത്മകമായി എഴുതാൻ സാധിക്കുന്നു? എന്റെ ഫാനോ? ശരിക്കും? അതെ. എന്താ? ഞാൻ ആദ്യമായിട്ട് എന്റെ ഒരു ഫാനിനെ നേരിട്ട് കാണുന്നത്. എന്റെ കൂടെ സെൽഫി എടുക്കുവോ? നീഎന്താ എന്നെ ടാഗ് ചെയ്യണേ? അതിനെന്താ, ഉറപ്പായിട്ടും. അല്ല ബ്രോ എങ്ങനെയാ എന്റെ സ്റ്റോറിക്ക് കമന്റ് ഇടാറുണ്ടോ? ഇല്ല, ഞാൻ ശുദ്ധ വായനക്കാരനാ. ഓ ടിപ്പിക്കൽ സൈലന്റ് റീഡർ. വിചാരം കണ്ട എന്റെ ഫാൻ. നീയല്ല പറഞ്ഞ കലാകാരനല്ലാത്തവരെ ലോകം അംഗീകരിക്കില്ല എന്ന്. എന്നിട്ട് ഇപ്പൊ കണ്ടാടി. അപ്പൊ അറിയാം കലാകാരനല്ലെന്ന്. പുല്ല്, ഏത് നേരത്താണോ ഇവളൊക്കെ കെട്ടാൻ തോന്നിയത്? പിള്ളേരെ നിങ്ങൾ ഇവിടെ നിൽക്കണോ? അതവിടെ ഫയർ വർക്ക് ഇറങ്ങാറായി. സമയായോ? ഗുണ്ട വാ ഇവിടെ ഗുണ്ടിട്ട് പൊട്ടിക്കാം. ഫ്ലാറ്റ് ബാക്കി വെച്ചേക്കണേ. അതിന്റെ കാര്യത്തിൽ ഒരറപ്പുമില്ല. അപ്പൊ അതിന്റെ കാര്യത്തിലൊരു തീരുമാനമായി. നിങ്ങള് വാ, എല്ലാവർക്കും അങ്ങോട്ട് പോവാം. ചാച്ചാ പൂച്ചിക്കിച്ച. നിങ്ങൾ ഈ പേടിതൊരു മാറിയില്ലേ? അയ്യോ മോളെ, ഇത് പേടിക്കാൻ മാത്രമൊന്നുമില്ല. ഇല്ല ചേട്ടാ, എനിക്ക് പേടിയാ. ഇവിടെ മാറ്റാൻ പറ. Stacy, don't be scared. Nothing will happen. Just hold here. No, no, no. ആദി, എന്നെ രക്ഷിക്കടാ.
സുഖിച്ച് നിക്കുവാ ചെറ്റ. എനിക്കങ്ങോട്ട് സഹിക്കുന്നില്ല. കാമുകി കണ്ടിട്ട് അവളിത് വരെ ഉണ്ടെന്ന്. ഇതേപോലെ കെട്ടിപ്പിടിച്ചിട്ടില്ലല്ലോ എന്ന്. ഓ അങ്ങനെ ഇപ്പൊ ശരിയാക്കി തരും. ഹാ, പിള്ളേരെ, അങ്ങോട്ട് വരാം. അതന്നെ നമ്മളിങ്ങനെ പേടിക്കാതെ. ഇതൊക്കെ എന്ത്? പോയോ? ഈ നായിന്റെ മക്കളെ സമ്മതിക്കൂല. ഒരു ഫീലില് വരുമായിരുന്നു. അതെനിക്ക് പണ്ട് മുതലേ ഫയർ ആർംസ് ഒക്കെ പേടിയാ. അച്ചുടാ ചുറ്റുടു. അയ്യോ എന്തുവാ? അല്ല, സദ്യ കഴിക്കണ്ടേ? രണ്ടുപേരും പായസമൊക്കെ ഉണ്ടെന്നാ കേട്ടെ. വാ പോവാ. ആണോ? എന്നാ ഞാൻ ഇസമോളുടെ അടുത്തിരുന്നോളാം. അതിനെന്താ, എനിക്കൊക്കെയാ. ആർക്കൊക്കെ? എനിക്കൊക്കെ അല്ലെങ്കിലോ? എനിക്ക് എന്ത് ചെക്കാം വേണമാ. ഇസമോളെ, ദോ നമുക്ക് അവിടെ ഇരിക്കാം അല്ലേ? ഓ, അമേരിക്കയിലോട്ട് ഒരു കാര്യമില്ല. മലയാളികൾ എന്നും മലയാളികൾ തന്നെ. അവറ്റവളുടെ ആർത്തി കണ്ടില്ലേ? എന്റെ പൊന്നമ്മായിട്ട് പതുക്കൊക്കെ പോവും. ഒന്ന് പോയടാ ചെറുക്ക, ഞാനാ ഫസ്റ്റ്. സീറ്റൊന്നും കാണുന്നില്ലല്ലോ. ഹായ്, കാലി സീറ്റ്. ആ കൊച്ചനെ നിന്നോടാ പറഞ്ഞു വിടാൻ. ഞാൻ ഈ സീറ്റ് ആദ്യം അപ്പൊ ഇതെന്റെയാ. ഓഹോ, എങ്കിൽ ഈ സീറ്റ് ആദ്യം പിടിച്ചത് ഞാനാ. അപ്പൊ ഇത് എന്റെയാ. ഓ ഡാമിറ്റ്. ഇനി എന്ത് ചെയ്യും? എങ്കിലേ ഇതിന്റെ ഫ്രണ്ടിന്റെ ഫ്ലൈറ്റാ. ഏത് ഫ്രണ്ട്? അവതാരപ്പിറവുകളുടെ മുഴുവൻ രൗദ്രഭാവം വായിച്ച ഈ മൂർത്തിക്ക് ഇപ്പൊ പേര് അദ്വൈത് വർമ്മ എന്നാ. കാണ്. എന്റെ പൊന്നമ്മാവ, എനിക്ക് ഇവനെ അറിഞ്ഞൂടാ. ഞാൻ ജനിച്ചിട്ട് ഇന്നേ വരെ ഇവനെ കണ്ടിട്ടില്ല. ഏതിനാ നീ? ഓഹോ, അപ്പൊ വിളിക്കാത്ത പരിപാടിക്ക് വയറും വാഴക്കെടുത്ത് ഇറങ്ങിയതാണല്ലേ. ഇവന്റെ കൂടെ വന്നവന്മാരൊക്കെ ഇവിടെ തന്നെ കാണും. ഒന്നിനെ വെറുതെ വിടരുത്. എന്താ ചേട്ടാ പ്രശ്നം? അല്ല ചേട്ടാ, ഇയാള് ചുമ്മാ ഇതെപ്പോ കേറി ഇരുന്ന് ഉച്ചയ്ക്ക് വഴിവെട്ടി വന്നവനാടാ. നിങ്ങളെങ്ങനെ വഴക്കിടാതെ. ആദി, ഇതാ അവിടെ ഇഷ്ടംപോലെ സീറ്റ് ഉണ്ട്, നിങ്ങൾ അങ്ങോട്ട് പോയിരിക്കും. ആ ചേട്ടാ. നിങ്ങൾ അങ്ങോട്ടാണോ? എന്നാ ഞാനും വരാം. ഇയാളിത് ചേട്ടനെന്തിനാ അങ്ങോട്ട് പോണേ? ഇത് ഇവിടെ സീറ്റ് ഉണ്ടല്ലോ, ഇങ്ങോട്ട് ഇരിക്കേ. ഈ മോന്റെ അടുത്താണോ? എന്നാ ശരി, എനിക്ക് ഇവനെ ഇഷ്ടമായി. അയ്യോ, ഈ കളവൻ ശരിയില്ല. എന്നെ കൂടെ കൊണ്ടുപോടാ. നീ ഇവിടെ നിന്ന് എണീച്ച നിന്റെ മുട്ടുകാലി ഞാൻ തല്ലി പിടിക്കും. വാടാതി പോവാ. മോന് പഴം വേണോ? വേണ്ട. എന്നാ ഞാനിത് എടുത്തോട്ടെ.
ആഹാ, നല്ല കിണ്ണ കച്ചി സദ്യ. ഉഫ്, അതെ അതെ, കൂട്ടുകാരികളൊക്കെ ഒരു രക്ഷയില്ല. അവന് സദ്യ ഇഷ്ടായോ എന്തോ. ആ ഇരിപ്പ് കണ്ട് അറിയത്തില്ല അവൻ എൻജോയ് ചെയ്യുമെന്ന്. എന്താ നോക്കി നിൽക്കുന്നത്? കഴിക്കാൻ അങ്ങോട്ട്. ആ ഇലയിലുള്ള എല്ലാം തൂത്ത് വലിച്ച് അങ്ങ് കഴിച്ചത് ഇങ്ങനെ. ആഹാ, ആ സാമ്പാറിലോട്ട് ഈ പഴവും ഇച്ചിരി അച്ചാറും ലേശം പുളിത്തേരി ഒഴിച്ച് അങ്ങോട്ട് ഞെവടി തിന്നെ. ആ അങ്ങനെയല്ലോ, മാറങ്ങോട്ട്, ഞാൻ വാരിത്തരാം. വാതറതേ. ആ എന്നാ ശരിയടി, ഞങ്ങളൊന്ന് അങ്ങോട്ട് ഇറങ്ങിക്കുക. കാണാം. അടി പോയിട്ടോ. അപ്പൊ ശരി, ഇനിയും കാണാം. കാണണം. അടുത്ത തിയേറ്റർ പെട്ടെന്ന് തന്നെ ഇടണം. വെയിറ്റിംഗ് ആണ്. ഉറപ്പ് കിട്ടോ? ദേ വീട്ടോട് ചെല്ലണ്ട താമസയുള്ളൂ. എന്നാ ശരിയടാ, ഞങ്ങൾ ഇറങ്ങിക്കോ. ആ പോ. ഇസമോളെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്, നമ്പർ സേവ് ചെയ്തേക്കണേ. ഇതൊക്കെ ഇപ്പൊ ഡാടാ വീട്ടിൽ പോകാൻ നോക്കടാ. അപ്പൊ ഓക്കെ, ബൈ. അവന്റെ നമ്പർ ഇന്ന് തന്നെ ബ്ലോക്ക് ചെയ്തേക്കണം. ആരുടെ? ഇപ്പൊ പോയ തെണ്ടില്ലേ അവന്റെ. എനിക്കൊന്നും ഇഷ്ടമല്ല. അതിന് നീ ഏതാ? എന്തെങ്കിലും ഹെൽപ്പ് വേണം. നീയോ? എന്ത് പറ്റി? പതിവില്ലാതെ വന്ന് ഹെൽപ്പ് ചെയ്യട്ടെ എന്നൊക്കെ ചോദിക്കുന്നു. നീ ഇങ്ങനെ കഷ്ടപ്പെടുന്ന കണ്ടിട്ട് എനിക്ക് നെഞ്ചിൽ എന്തോ ഒരു വിങ്ങല് പോലെ. കണ്ടില്ലേ? എവിടെ? ഞാൻ കണ്ടില്ലല്ലോ. സമ്മതിക്കൂല. നിന്നെ ഒരു തമാശ അടി. എന്തായാലും നീ ചോദിച്ചല്ലേ, ഈ തേങ്ങ തിരുമിത്താടാ. തേങ്ങയോ? ഞാനോ? ആ നീ തേങ്ങയിലാണ്ട് അങ്ങനെ പുട്ടുണ്ടാക്കാനാ? ഇന്ന് പുട്ടാണോ? ഇന്നലെ പുട്ടല്ലായിരുന്നോ? അതിന് ഇന്നലെ പുട്ടും മുട്ടയില്ലായിരുന്നോ? ഇന്ന് പുട്ടും കടലേ. മാറ്റണ്ട്, നീ ശ്രദ്ധിക്കാഞ്ഞ. ഓഹോ, അപ്പൊ നാളെ എന്തുവാ? നാളെയോ? നാളെ സ്പെഷ്യലാ. പുട്ടും പയറും കൂടെ ഒരു മുട്ടയും. ആഹാ, നിനക്കിതിൽ പുട്ടിലാരെങ്കിലും കൈവശം തന്നിട്ടുണ്ടോ? ഈ കൊച്ചമേരിക്കയിൽ ഇതിനു വേണ്ടി പുട്ടുപൊടി ഓടുന്നു. ഓ പിന്നെ പിണങ്ങി തിന്നാ മതി. ആഹാ,
വയറ് നിറച്ച് ഫുഡ് കഴിച്ചിട്ട് ഇങ്ങനെ കാറ്റ് കൊള്ളാൻ എന്താ സുഖം. കിതച്ചിപ്പും കാറ്റേ കൊതിച്ചിപ്പും കാറ്റേ ചെമ്പതക്കം തെക്കൻ ചെമ്പതക്കം. ഈ കാക്കേനെ കൊണ്ട് രാവിലെ വിരുന്ന് വിളിക്കാൻ വന്നോളൂ. അത് മാറാത്തെ ഇവിടെ എനിക്ക് കഴിക്കാനുള്ളത് മാത്രമേ ഉള്ളൂ. എന്തായാലും പറഞ്ഞായിരുന്നോ? ആ പോയോ? அந்த பயம் இருக்கணும். அதோ அந்த பறவை போல வாழ வேண்டும், இதோ இந்த அலைகள் போல ஆட வேண்டும். ಏನറിയും? ഹള്ള അളിയ എന്തല്ല? എന്ത് ഇങ്ങനെയൊക്കെ പോണ്. ആ പുതിയ നാടല്ലേ, ഇവിടുത്തെ പോലെ വള്ളിയൊന്നും വലിച്ചു വെക്കരുത്, രക്ഷിക്കാൻ ഞങ്ങളൊന്നും കാണൂല. എന്താ എങ്ങനെ? എടാ പൊന്ന കടങ്ങേറി മോനെ, ചുമ്മാ കിടന്നുറങ്ങി എന്നെ വിളിച്ചുണർത്തി പോലീസ് സ്റ്റേഷൻ വരെ കയറ്റിയവനാണ് നീയൊക്കെ. പോരാത്തതിനൊരു ഡയലോഗും എന്തുണ്ടെങ്കിലും കൂടെ കാണുന്നു. എന്നിട്ടൊരു ആവശ്യം വന്ന് വിളിച്ചപ്പോ ഈ നമ്പർ നിലവിലില്ല പോലും. അതൊന്നും ഞാൻ മറന്നിട്ടില്ല, ഇനി മറക്കേയില്ല. ആളിയ നീ അതൊന്നും മറന്നില്ല ഇതുവരെ. എടാ അതൊക്കെ നിന്റെ നന്മയ്ക്ക് വേണ്ടി. മിണ്ടായിരുന്ന നീ വാ തുറക്കരുത്. ഞാൻ നിന്റെയൊക്കെ കൂടെ നടന്നതിന്റെ പേരിലുള്ള പ്രശ്നമല്ലാതെ വേറെ ഒരു കുഴപ്പമില്ലായിരുന്നു എനിക്ക്. എന്റെ അമ്മച്ചി അന്നേ പറഞ്ഞ ഈ അലവലാദികളുടെ ഒന്നും കൂട്ടുകൂടല്ലെന്ന്. ഞാനതൊന്നും കേട്ടില്ല. അതുകൊണ്ടെന്നാ നിനക്ക് ജീവിതത്തിൽ നല്ലൊരു പാഠം പഠിക്കാൻ പറ്റിയില്ലേ? ഇന്ന് നീ നല്ലൊരു നിലയിലെത്തിയില്ലേ? എല്ലാം ഞങ്ങളുടെ പ്രാർത്ഥനയാ. യവനെ കൊണ്ട് അല്ല, നീ എന്നെ വിളിച്ചേ? അയ്യോ അത് പറയാൻ മറന്നു. അളിയ എനിക്ക് ജോലി കിട്ടി, അതും ഗവൺമെന്റ് ജോലി. അതൊക്കെ എന്തിനാ എന്നെ വിളിച്ച് പറയുന്നേ? ഇതൊക്കെ ഒരു സന്തോഷല്ലേ അളിയ? പിന്നെ വേറൊരു ഹാപ്പിനെസ് കൂടെ ഉണ്ട്, അറിഞ്ഞാ നീ ഞെട്ടും. എന്താണാവോ? എനിക്ക് പെണ്ണ് കിട്ടി. അടുത്ത മാസം 5-ാം തീയതി എന്റെ എൻഗേജ്മെന്റ് ആണ്. എന്താ പറഞ്ഞേ? നിനക്ക് വരാൻ പറ്റില്ലെന്നറിയാം, എന്നാലും നീ ഇതറിയണം. നിന്റെ എല്ലാവിധ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും എന്റെ കൊച്ചിന്റെ കൂടെ ഉണ്ടാവണം. പിന്നെ ഉറപ്പായിട്ടും. എന്നാ ശരിടാ, ഞാൻ ബാക്കിയുള്ളവരും കൂടി വിളിച്ചറിയിക്കട്ടെ, എന്നാലേ എനിക്കൊരു സമാധാനം വരും. ബാക്കിയുള്ള സമാധാനം കളയാനായിട്ട് കാലമാണ്. എന്നാലും അവന് പെണ്ണോ? എന്താണ് മാൻ മോഹമൊക്കെ വല്ലാണ്ടിരിക്കുന്നേ? ഒന്നുമില്ല, ഒരു വള്ളി വിളിച്ചതാ. വള്ളിയോ? എന്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. നാട്ടിലുള്ളപ്പോ എനിക്ക് വഴിയെ പോകുന്ന വള്ളി വീട്ടിൽ ചെന്നെത്തി തരില്ലായിരുന്നു അവന്റെ മെയിൻ ഹോബി. നിനക്കറിയോ, യവന് വേണ്ടി ഞാൻ പോലീസ് സ്റ്റേഷൻ വരെ കയറിയിട്ടുണ്ട്. എന്തിനേറെ പറയുന്നത്, എന്റെ അപ്പൂപ്പനെ 4-5 തല്ല് വാങ്ങിച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ ചെയ്തിട്ട് ഞാൻ ചെയ്ത നല്ലതൊന്നും അവൻ പിടിക്കില്ല. എല്ലാത്തിനും അവൻ കുറ്റം കണ്ടുപിടിക്കും. തെണ്ടി എന്നെ ഒരു കള്ളം വരെ ആക്കിയത് ഇവനാ. കള്ളനോ? ഞങ്ങൾ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവന്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങാൻ കാശില്ലാഞ്ഞിട്ട് ഞാൻ ആരും അറിയാതെ എന്റെ അപ്പൂപ്പന്റെ അണ്ടർവെയറിന്റെ പോക്കറ്റിൽ നിന്ന് കാശ് എടുത്തവന് ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോയി. ഇതറിഞ്ഞത് എന്റെ അപ്പൂപ്പൻ എന്നെ പൊതിരെ തല്ലി. പക്ഷെ ഞാൻ അതൊന്നും കാര്യക്കില്ല. എന്നിട്ട് അവന്റെ നല്ല വാക്കിന് വേണ്ടി ഞാൻ കാത്തു തിന്നു. പക്ഷെ ആ പന്ന പുന്നാരമോൻ എന്നോട് പറയുമ്പോ ഈ ഡയറി മിൽക്കിന് ഭയങ്കര മധുരമാന്ന്. എവന് വേണ്ടിയാണല്ലോ ഞാൻ ഈ തല്ലൊക്കെ കൊണ്ടേ നോക്കുമ്പോ എനിക്ക് ഇന്നും വിഷമമുണ്ട്. ഇതിനെക്കൊണ്ട ഇങ്ങനെ തലവലാത്ത ഫ്രണ്ട്സ് ഇല്ല. കാണില്ല. അല്ലേലും വള്ളിയൊക്കെ എനിക്ക് മാത്രം പറഞ്ഞിട്ടുള്ള ആണല്ലോ. അതൊക്കെ പോട്ടെ, നീ ഫ്രീ ആണോ? ആണെങ്കി എന്റെ കൂടെ വെളിയിൽ പോകായിരുന്നോ? ഞാൻ ട്രൈ ചെയ്യുന്നതിന് മുന്നേ അവൾ ഇങ്ങോട്ട് ഡേറ്റിന് വിളിക്കുന്നു. എന്താ പതിവില്ലാതെ? എനിക്കവിടെ ബോറടിക്കുന്നു. നീ ഇവിടെ ഒരു പണിയില്ലാതെ വെറുതെ ഇരിക്കുവാണല്ലോ, അതാ നിന്നെ കൂട്ടാന്ന് വെച്ചേ. വെറുതെ തെറ്റിദ്ധരിച്ച്. പിന്നെന്താ, ചെലവ് നിന്റെ വക ആയിരിക്കുമല്ലേ? വാ വാ പോവാം. യെസ് മൈ ലോർഡ്.
യവൻ എന്ത് നോക്കിയിരുന്നു ചിരിക്കുന്നത്? ഒന്നുമില്ലല്ലോ. എന്താ നീ എന്ത് നോക്കിയിരുന്നു ഈ കിണിക്കുന്നത്? അത് പിന്നെ ചുമ്മാ എന്ന് ചിരിക്കുന്നു. എന്താണ് ചെറുക്ക? എടാ എനിക്ക് എന്തോ പോലെ. എന്താളിയാ കക്കൂസി പോണോ? സ്റ്റാൻഡേർഡ് ഇല്ലാത്ത. ഓ സ്റ്റാൻഡേർഡ് കൂട്ടി പറയണോ? മൂത്രപ്പുര ആയാലോ? എനിക്ക് പോടാ. ചുമ്മാ ഇല്ലടാ, അവൻ പറയട്ടെ. മോൻ പറയടാ, എന്താ കാര്യം? എടാ 2 ദിവസമായിട്ട് ഞാൻ ഇവിടെ ഒന്നുമല്ല. നീ ഇവിടെ അല്ലേ? നീ എവിടെ പോയി? ഇവനെ ഞാനൊന്ന് ഫീല് വന്നോട്ടെ, കഷ്ടമുണ്ട്. അവനെ ഒന്ന് പറയാൻ വിടടാ. ആ പറ. അപ്പൊ ഞാനിവിടെ പറഞ്ഞു നിർത്തി. ഇവിടെ ഒന്നുമല്ല. അത് തന്നെ, ഞാനിവിടെ ഒന്നുമല്ല. നിനക്കൊക്കെ അറിയോ, 2 ദിവസമായി സമാധാനമായിട്ട് ഞാനൊന്ന് ഉറങ്ങിട്ട്. ലുക്ക്, ഐ ഹാവ് ഡാർക്ക് സർക്കിൾസ് അണ്ടർ മൈ ഐസ്. ഉറക്കം വരുന്നില്ലേ? എന്നാ ഇത് മറ്റേത് തന്നെ, സൗമ്യ. സൗമ്യ? ഓ എടാ, മറ്റേ ഇൻസോമിയ അയിനാണ്. ഓ ഇതൊന്നും അല്ലട പുല്ലേ, എനിക്ക് മറ്റേതാ. മറ്റേതോ? എന്റെ ഭഗവതിയെ, നീ ഈ കുടുംബത്തിന്റെ പേര് കളഞ്ഞല്ലോടാ മഹാഭാവി. പറയടാ, ഏതായിരുന്നു കേട്ടവൻ? അവളോ? അവൾ എരണം കെട്ടവൾ. എരണം കിട്ടവളാ? എന്റെ കൊച്ചല്ലേ, എന്റെ മോളൂസ്. ആര്? ഇസയോ? അവള് തന്നെ. മനസ്സിലായല്ലോ. അവക്കെന്താ? എനിക്ക് അവളോട്. നിനക്ക് അവളോട്? ഓ എനിക്ക് നാണവാ. അതിക്കുട്ടാ, is it truth? ആണെന്ന് തോന്നുന്നു. സ്പാർക്ക് അടിക്കാന്നൊരു സംശയം. അത് നിനക്ക് എല്ലാം കാണുമ്പോ തോന്നുന്നല്ലേ? ഇതുപോലൊന്നുമില്ല, ഇത് വേറെ. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അല്ലടാ, സത്യടാ, ഇതിലിനി മാറ്റില്ല. നിങ്ങളൊരു വഴി പറഞ്ഞതാ. എന്ത്? അവളെ വളയ്ക്കാൻ. അത് വേണം, നല്ലൊരു കൊച്ചല്ലേ? അതെ, അതുകൊണ്ട് അവർക്ക് എന്തുകൊണ്ട് ചേർന്നത് എന്നെ പോലെ ഒരു സൽസ്വഭാവിയായ പയ്യൻ തന്നെയാണ്. ഞാൻ അവൾക്കൊരു ജീവിതം കൊടുക്കാം. എന്തിന്? അവളുടെ ജീവിതം കൂടെ തോലിക്കാനോ? എന്തുവാടാ, ഒന്നില്ലേ നിനക്ക് ഞാൻ പെണ്ണ് സെറ്റാക്കി തന്നല്ലേ, അതിന്റെ തന്തിക്ക് കാണിക്കണം. ഓ ഡാം ഇറ്റ്, ടാക്ടിക്കൽ മൂവ്. ഞാനൊന്ന് ആലോചിക്കട്ടെ. ആലോചിക്ക്, നിന്നെ കൊണ്ട് പറ്റും. ലെക്സി ലെക്സി ലെക്സി. Advait, come to my cabin. നീ ആലോചിച്ച് നോക്കട്ടോ, ഞാൻ പോയിട്ട് ഇപ്പൊ വരാം. കത്തിമൂളിയോ പ്രണയം. തോടാ പയറുമണി പോലെ ചാടത്തുള്ളി പോണു. എന്തിന്റെ കുഞ്ഞാണോ എന്തോ. ഞാനെന്താ പറ. നീ ഇങ്ങനെ തുള്ളിച്ചാടോ, ഞാനൊന്ന് ആലോചിക്കട്ടെ. ഇത്രയും നേരമായിട്ട് ആലോചിച്ചില്ലേ? ഓർക്കും എന്റെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വം ഇല്ല. ഫേക്ക് ഫ്രണ്ട്സ്. ഈ ചെറുക്കനിത് ഇച്ചായ എന്തേലും ഒന്ന് പറഞ്ഞോളൂ. മനുഷ്യനൊരു സമാധാനം വേണ്ടായോ? അങ്ങനെ പെട്ടെന്ന് ഇടിയൊക്കെ പറയാൻ പറഞ്ഞ ആദ്യം അവളുടെ മനസ്സിൽ എന്താന്നറിയണ്ടേ? എന്ത്? ഓ ചേട്ടാ പൊട്ട, അവർക്ക് വല്ല കാമുകനുണ്ടോന്ന്. ഓ അല്ല, അതില്ല. അതെങ്ങനെ നിനക്കറിയാ? യാര് കിട്ട വന്ന് എന്നെ കേൾവി കേക്കുറേ. അപ്പോ കാമുകനില്ല. കാമുകനില്ലാത്ത സ്ഥിതിക്ക് ഒരു ബ്ലൈൻഡ് ഡേറ്റ് ആയാലോ? എനിക്കിട്ട് പേടിയാ. ഓ ശവം. എന്നാ ഒരു നൈറ്റ് ഡ്രൈവ്? വണ്ടി നിന്റെ അച്ഛൻ കൊണ്ട് തരൂ. ഓഫ്, സോറി അളിയാ, ഞാൻ അത് മറന്നു. അതൊന്നും വേണ്ട, അതൊക്കെ ഓൾഡ് ഫാഷൻ അല്ലേ. നമുക്ക് റിയലിസ്റ്റിക് ആയിട്ട് പിടിക്കാം.
റിയൽ എസ്റ്റേറ്റോ? ഇതാണ് പ്രശ്നം. ആദ്യം നീ നിന്റെ സംസ്കാരം ഇല്ലാത്ത സംസാരം നിർത്ത്, അല്ലെങ്കിൽ ജന്മത്തോളം വളയില്ല. അയ്യോ ആണോ? ചെന്നാ ഇന്നത്തോടെ നിർത്തി. ഇനി ഒരു നായിന്റെ മക്കളെ പറയൂല എനിക്ക് സംസ്കാരം ഇല്ലെന്ന്. ഹാപ്പി ആയില്ലേ? ഈ സന്തോഷത്തിന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചെലവ് ചെയ്യുന്നു. എന്ത് സന്തോഷത്തില്? ഞാൻ നന്നായി എന്റെ സന്തോഷത്തിൽ എന്ത് വേണമെങ്കിലും ഓർഡർ ചെയ്ത്. അല്ലേ വേണ്ട. സുഭാഷേ ജ്യൂസ് അടിയടാ. ക്യാരറ്റ് ജ്യൂസ് തന്നെ അടിക്കണേ. വാട്സ്ആപ്പ് അതൊന്നും ഇംഗ്ലീഷിൽ പറഞ്ഞു കൊടുക്കടാ. അതറിയാമെങ്കിൽ ഞാൻ ആദ്യമേ ഓർഡർ ചെയ്യത്തില്ലേ? എന്റെ പൊന്നെണ്ണ 3 ക്യാരറ്റ് ജ്യൂസ്. ഓ ഓക്കെ സർ. ഇനി നിങ്ങൾ പറ, പ്ലാൻ എന്താ? പൊതുവേ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പെണ്ണുങ്ങളെ ഇംപ്രസ് ചെയ്യിക്കാണ് വേണ്ടത്. സോ നമുക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങാം. അതൊക്കെ ഞാൻ നേരത്തെ ചെയ്ത് നോക്കിയതാ. പക്ഷേ വാളിപ്പോയി. സ്വാഭാവികം. അല്ല നീ എന്താ ചെയ്തത്? അത് പിന്നെ ഞാനിങ്ങനെ പുൾ സൈഡിലോട്ട് കാറ്റ് വെള്ളം പോയിരുന്നേ. അപ്പോഴാണ് ഞാൻ ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടത്. എന്താ? ഇസ് വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്നു. ഇത് കണ്ടത് ഞാനെങ്കില്ലാണ്ടായി. പിന്നെ ഒന്നും നോക്കില്ല. ഇസമോന്നും വിളിച്ച് പൂളിന് നേരെ ഒരൊറ്റ ഓട്ടമായിരുന്നു. ഓ മൈ ഗോഡ്, ഏട്ടാ ഇതേ വരുന്നടി. ഇതും പറഞ്ഞ ഒന്നും നോക്കാതെ പൂളിലേക്ക് തന്നെ ചാടി. പക്ഷേ ചാടി പകുതി എത്തിയപ്പോഴാണ് ഞാൻ ആ നഗ്നമായ സത്യം തിരിച്ചറിഞ്ഞത്. എന്ത്? എനിക്ക് നീന്താൻ അറിഞ്ഞൂടായിരുന്നു. അമ്മച്ചി എന്നെ രക്ഷിക്കണേ. പിന്നെ ആളായി ബഹളായി അവസാനം അവള് തന്നെ എന്നെ പൊക്കിയെടുത്ത് കരയ്ക്കുണ്ട്. അപ്പൊ അവക്കൊന്നും പറ്റിയില്ലേ? എവിടുന്ന്? അവള് പൂളയിലിരുന്ന് മെഡിറ്റേഷൻ ചെയ്യുമായിരുന്നു. ഞാൻ തെറ്റിദ്ധരിച്ചതാ. പിന്നെന്തായി? പിന്നെ എന്തായെന്നോ, എന്റെ ഒടുക്കത്തെ ഹീറോയിസം കളയാണ്ടിരിക്കാൻ ഞാൻ വീണ്ടും എന്തൊക്കെയോ കാട്ടിക്കൂട്ടി. അയ്യാ അയ്യാ അമ്മ വെള്ളം. ഈ കണ്ട വെള്ളം മുഴുവൻ കുടിച്ചിട്ട് പോരെ ഇവന്? ഇനിയും വേണമെന്നോ? അയ്യോ ഈ ചെല്ലത്തിക്ക് ഏതാവതായിടിച്ചാ? നിനക്കൊന്നും പറ്റിയില്ലേ? എനിക്കോ? നീ എന്താ ഇവിടെ ഇരിക്കുന്നേ? നീ ഇവിടെ കിടക്ക്. എന്തോ കാണിക്കുന്നേ? ശ്വാസം കിട്ടുന്നില്ലേ? CPR വേണോ? ഞാൻ തരാം. ചെറുക്ക വളച്ചെടുക്കരുത് കേട്ടോ. അയ്യോ എന്നാ ആംബുലൻസ് വിളിക്കാം. ആംബുലൻസ് ആംബുലൻസ്. ഇവനിതെന്ത് ക്രാന്താ? ചെറുക്ക എണീച്ചു പോടാ. ഓരോരോ വള്ളിക്കെട്ടാട് ഇറങ്ങിക്കോളും. ഇതാണ് സംഭവിച്ചത്. ചെറുങ്ങനെ സാധിക്കുന്നു കുഞ്ഞു നിനക്കിത്? എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. അവന്റെ ഐഡിയ ആയതുകൊണ്ട് ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാ മതി. എന്റെ കയ്യിലൊരു ഫ്രഷ് സാധനമുണ്ട്. ഓ ഇനി അതെന്താ? അതാ അങ്ങോട്ടേക്ക് നോക്കൂ. നിലാവിന്റെ ഏഴഴക് പതിഞ്ഞൊരു സുന്ദര സുലഭമായ രാത്രി. കുരാക്കുരട്ടാണെങ്കിലും രത്നം പോലെ തിളങ്ങി നിൽക്കുന്ന ചന്ദ്രന്റെ നീരേ വെളിച്ചത്തിൽ നിന്നും അവൾ മന്ദം മന്ദം ഇറങ്ങി. അപ്പോഴാണ് രാത്രിയുടെ ഏകാന്തയാമത്തെ എന്തോ ഒരു ചിന്തയിൽ തെക്കോട്ടം നോക്കി നിൽക്കുന്ന നിന്റെ ശ്രദ്ധയിലേക്ക് അവളുടെ കൊലസിന്റെ നാദം ആകർഷിക്കുന്നത്. പെട്ടെന്ന് നിന്റെ മിഴികൾ അവളുടെ പീഡമായ മിഴികളുമായി ഉടക്കുന്നു. ഇരുവരും അടുക്കാൻ കൊതിക്കുന്ന മനസ്സിന് മുമ്പോട്ട് നടന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കെ നിങ്ങൾ തൊട്ടടുത്തെത്താറായതും പെട്ടെന്ന് സംഭവിക്കുന്നു. എന്താ? തോണ്ടോ ആ കൊച്ചു കാല വഴി താഴേക്ക് വീഴാൻ പോകുന്നു. കാല് വഴിയില്ലെങ്കിലോ? ഓ ഇടങ്കാലത്ത് വീട്ടതാ. ഒരു സൂല് പറഞ്ഞു അവന്റെ അമ്മയോട് ഒരു ചോദ്യം. നീ പിടിക്കുന്നുണ്ടോ? അതേ അവിടെ വീഴാൻ പോകും. പിടിച്ച് പിടിച്ച്. ഇനി എന്താ ചെയ്യണ്ടേ? എടാ കണ്ണു നോക്കൂ. നിന്റെ കണ്ണിലെ പ്രണയം അവൾക്ക് കൈമാറും. മാറിയോ? മാറി മാറി. ഈ സുന്ദര സുലഭ നിമിഷത്തിൽ തന്നെ നിന്റെ ഹൃദയം കൂടി അവൾക്ക് കൈമാറും. മാറുന്നതിന് കൊടുത്തൊരു ഉമ്മ കൂടെ കൊടുത്തോട്ടെ.
അപ്പം ഒരടിയും കൂടെ ആയാലോ? അമ്മേ ഇതുകൊണ്ട് അടി കിട്ടുന്ന ഒരു പരിപാടിക്ക് ഞാനില്ല. ഈ പ്ലാൻ അനുസരിച്ചാണ് നിനക്ക് ഉറപ്പായിട്ടും അടി കിട്ടും. ഓ പിന്നെ ഈ ഐഡിയ അത്ര മോശമൊന്നുമല്ല. ഏയ് ഒട്ടും മോശമല്ല. എന്നാ താങ്കൾ അങ്ങോട്ടൊരു പ്ലാൻ പറ. നീ അവളെ കുറച്ച് റൊമാൻറ്റിക് ഒക്കെ ആയിട്ട് കൈകാര്യം ചെയ്യണം. എങ്ങനെ? ഇവൻ പറഞ്ഞ പോലെയോ? ഏയ് യവൻ പറഞ്ഞോളൊന്നുമല്ല. പിന്നെ ഉദാഹരണത്തിന് നീയും അവളും ഒരുമിച്ചിരുന്ന് സിനിമ കാണുന്നതെന്ന് വിചാരിക്കുക. അതും ഒരു റൊമാൻറ്റിക് മൂവി. പെട്ടെന്ന് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന മൂവിയിലേക്ക് ഒരു സ്പൈസി സീൻ കടന്നു വരുന്നു. എന്നിട്ട് നീ അവളുടെ കൈകളിലേക്ക് മെല്ലെ തൊടുന്നു. തട്ടിയിട്ട് അപ്പൊ അവളെ നിന്നെ നോക്കും. നീയും വിട്ടു കൊടുക്കരുത്, തിരിച്ചു നോക്കണം. അതും റൊമാൻറ്റിക്കലി. ഇങ്ങനെയാണോ? വൃത്തികെട്ടവൻ. ഇങ്ങനെ നോക്കി അവളെ നിന്റെ തുപ്പും, വാരി എറിയും. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? നിങ്ങൾ പറയുന്ന ഐഡിയ ഒന്നും കൊള്ളൂല. അപ്പൊ നമ്മുടെ ഐഡിയക്കാണ് പ്രശ്നം. എന്നാ ഞാൻ ഒറ്റയ്ക്ക് അങ്ങോട്ട് ഉണ്ടാക്കും. അയ്യോ അങ്ങനെയല്ല, നിങ്ങൾ പറ. അവളുടെ മനസ്സറിയാൻ ഞാൻ എന്താ ചെയ്യണ്ടേ? അതിന് വല്ല കള്ളോ കഞ്ചാവോ വാങ്ങിച്ചു കൊടു, അപ്പൊ അറിയാൻ പറ്റും. എനിക്ക് ഇത്ര ബുദ്ധിയാ? കുഴപ്പമായോ? ഇത് മതി, ഇത് ധാരാളം. എന്തുവാ എന്നോട് കൂടെ പറ. അവൾ എങ്ങനെ അടിക്കുന്ന കൂട്ടത്തിലാണോ? പിന്നെ നല്ല അടിയ എനിക്കൊന്നും കിട്ടാറുണ്ട്. ഓടാ നാപ്പ അതല്ല, വീശുന്ന കൂട്ടത്തിലാണോന്ന്. ആ എനിക്കറിയത്തില്ല. ഓ എന്തായാലും നീ രണ്ടു കുപ്പി സാധനം മേടിച്ചോണ്ട് വീട്ടിലോട്ട് ചെല്ല്. എന്നിട്ട് അവിടെ കമ്പനിക്ക് വിളിച്ചവളുടെ മനസ്സ് തുറപ്പിക്കണ പൊട്ടാ. ഓ അങ്ങനെ, ഇത് ഞാൻ പൊളിക്കും. സാധനം വാങ്ങിച്ച് പോകുന്നൊക്കെ കൊള്ളാം, ഒറ്റക്കടിച്ച് പാമ്പാവല്ലേ? ഇല്ലട കുട്ട, എനിക്ക് ഇക്കാര്യത്തിലൊക്കെ നല്ല കപ്പാസിറ്റിയാ. അപ്പോ പ്ലാൻ ബിയർ ഡേറ്റ് പ്രൊസീഡ്. ആഹാ വന്നു. ഇതെന്താ ലേറ്റ് ആയത്? അതൊക്കെ ഉണ്ട്, ഞാനേ ഫ്രഷ് ആയിട്ട് വന്നിട്ട് പറയാം. സർപ്രൈസ് ഒന്ന് പറഞ്ഞിട്ട് പോടാ. സർപ്രൈസ് ആരെങ്കിലും നേരത്തെ പറയുമോ? നീ ഒന്ന് വെയിറ്റ് ചെയ്യുമ്പണ്ടേ. നീ പറയുന്നുണ്ടോ എന്ത് സർപ്രൈസ്? എനിക്ക് പറയാം. ഇത് കൊറേ നേരമല്ലോ. ആദ്യം പറഞ്ഞ് ഫ്രഷ് ആയിട്ട് വന്ന് പറയുന്നു, പിന്നെ പറഞ്ഞ് ഫുഡ് കഴിച്ചിട്ട് പറയുന്നു, അത് കഴിഞ്ഞിട്ട് അമ്മയോട് സംസാരിച്ചിട്ട് പറയാന്ന്. നീ എന്താ ആളെ പൊട്ടനാക്കുവാ? പറയുന്നുണ്ട പറ. മണി 10 കഴിഞ്ഞ്, എനിക്ക് ഉറക്കം വരുന്നു. നീ കലിപ്പിന്റെ കാന്താരി ആവാതെ. കലിപ്പിനെ ഞാനൊന്നും പറയുന്നില്ല, ഞാൻ പോണു. പോവല്ലേ? നിക്കേ, ഇപ്പൊ വരാവേ. വീടോ? ഇതെവിടുന്നാ? കൊടന്നു. ഓ അതല്ല, ഇതെന്താ പതിവില്ലാതെ ബിയറെന്ന്? സന്തോഷം കൊണ്ടാ. എന്തിന്? അത് പിന്നെ ലക്ഷ്മി വീട്ടിലെ പട്ടി പ്രസവിച്ചു. അത് നിനക്കെന്ത് ഇത്ര സന്തോഷം? നീയാണോ കാരണക്കാരൻ? അതെ. അല്ലല്ല, ലക്സിക്ക് പട്ടിയുള്ള സ്നേഹം കൊണ്ട് അവൻ എനിക്ക് സഹിക്കും ബിയർ വാങ്ങി തന്ന്. അതാ. ഓ അങ്ങനെ. അതെ. നീ എങ്ങനെ വീശുന്ന കൂട്ടത്തിലാണോ? അതെടാ അങ്ങനെ ഒരു ചോദ്യം. ഞാനൊരു നസ്രാണിയാണെന്നുള്ള കാര്യം നീ ഇടയ്ക്കിടയ്ക്ക് മറക്കുന്നു. അതാണ്. അപ്പൊ എന്റെ സർപ്രൈസ് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? പിന്നെ ബോധിച്ചു. എന്നാ വാ, നമുക്ക് രണ്ടെണ്ണം വീശ. ഇവിടെ ഇരുന്നോ? നോ, റൂഫ് ടോപ്പ് ബിയർ, രാത്രി ജില്ലുന്ന കാറ്റ്. അന്തസ്. നീ വാ, ഇച്ചിരി അച്ചാറും കൂടെ എടുത്തു. ഓക്കെ ഓക്കെ.
ഡീഡി പതുക്കെ ഒരു മയത്തിലൊക്കെ കൂടി. എന്തോന്നാടി? കുറച്ച് നാളായില്ലേ അതാ. ഓ, നിനക്കിത് സ്ഥിരമായിരുന്നല്ലേ? ഇതൊക്കെ എന്ത്? ഇതൊക്കെ സ്റ്റോക്കാ വീട്ടില്. പോരാത്തിന് നല്ല ഹാൻഡ് മെയ്ഡ് സ്വയംഭം സാധനം കിട്ടും. നിങ്ങക്ക് വാറ്റൊക്കെ ഉണ്ടായിരുന്നോ? പോടാ മൈൻ. ഓ, അത് ഇതാണ് പറ്റിയ അവസരം ചോദിക്കാം. എടി മോളൂസേ, എന്തടാ? എന്തെങ്കിലുമൊക്കെ പറയടി. എന്ത് പറയാൻ? നിന്നെ പറ്റി പറ. ഫാമിലി, കാമുകൻ, ക്രഷ്, ബെസ്റ്റി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അങ്ങനൊന്നും ഇല്ലടാ. എനിക്ക് അതിനോടൊന്നും താല്പര്യമില്ല. ഓ ആദ്യക്കുട്ട, സെറ്റ് സെറ്റ്. എന്നാലും അതല്ലല്ലോ, അതിലൊരു വശപ്പശകില്ലേ? എവളെങ്ങാനും ഇനി മറ്റേതാണോ? അതെന്താ അങ്ങനെ? എന്തിന്? സ്നേഹിച്ചിട്ട് ചതിക്കാനോ? എന്റെ മമ്മി ഇട്ടിട്ട് പോയതുപോലെ എന്നെ ഇട്ടിട്ട് പോവാനോ? എല്ലാരും ചതിയന്മാരാ. ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. എനിക്കാരും വിശ്വാസവും ഇല്ല. ഞാനൊന്ന് കണ്ടിട്ട് പോലും ഇല്ലടാ മുഖം. എന്നെ എന്റെ മമ്മി ഉപേക്ഷിച്ച് അയാളങ്ങ് പോയി. ചതിച്ചത് എന്റെ മമ്മിയെ. നീ ഇങ്ങനെ കരയാതെ. പാവാണ് എന്റെ മമ്മി. എനിക്ക് വേണ്ടി ആ പാവം ജീവിക്കുന്ന തന്നെ. അയാള് കാരണം മമ്മിക്ക് എല്ലാം നഷ്ടായതാ. എന്നിട്ട് ഇന്നേ വരെ അയാളെ പറ്റി എന്നോട് ഒരു മോശവാക്ക് പോലും പറഞ്ഞിട്ടില്ല. അത്രയ്ക്ക് പ്യുവർ എന്റെ മമ്മി. എന്നിട്ടും അയാൾക്ക് എങ്ങനെ എന്റെ മമ്മിയോട് ചെയ്യാൻ തോന്നി? അയാള് കാരണം എനിക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടുണ്ടെന്ന് നിനക്കറിയോ? കൊച്ചുനാളില് സ്കൂളിൽ പോകാൻ വരെ എനിക്ക് പേടിയായിരുന്നു. പപ്പ ഇല്ലാത്തതിന്റെ പേരില് ഒരുപാട് കളിയാക്കലും ഒറ്റപ്പെടലും ഞാൻ അനുഭവിച്ചിട്ടുള്ളതാ. അയ്യേ, നിനക്ക് പപ്പയില്ലാത്തത് നീ ചീത്തക്കുട്ടിയായോണ്ടാ. Lisa, I'm asking you, what's your father's name? എന്തു പറ്റി? എന്തിനാ മമ്മിയുടെ മോള് കരയുന്നേ? മമ്മി, എനിക്ക് ഞാൻ സ്കൂളിൽ പോവണ്ട. ഈ സമൂഹ ചീത്ത കുട്ടിയെ കൊണ്ടാണ് മമ്മി ഈ സമൂഹക്ക് പപ്പയില്ലാത്ത. സ്വന്തം അച്ഛൻ ആരാന്നോ അയാളുടെ പേരെന്താന്ന് പോലെ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അത്രയ്ക്ക് അൺലക്കിയാണോടാ. ഏയ്, അങ്ങനൊന്നും ഇല്ലടി. ഞാൻ വെറുതെ കരഞ്ഞോറാക്കിയല്ലേ. നീയൊക്കെ ലൈഫിൽ എന്ത് ഹാപ്പിയാ. ചിലപ്പോഴൊക്കെ എനിക്ക് നിന്നോട് അസൂയ തോന്നാറുണ്ട്. സത്യം പറയാലോ, നീ എന്റെ ലൈഫിൽ വന്നതിന് ശേഷം ഞാൻ മനസ്സറിഞ്ഞ് ചിരിക്കാനും ജീവിതം എൻജോയ് ചെയ്യാനും തുടങ്ങിയത്. അതുകൊണ്ടാ മമ്മി തിരിച്ചു വിളിച്ചിട്ട് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞു. തിരിച്ചു പോവാനോ? നിനക്ക് ഞാൻ പ്രതീക്ഷിക്കാതെ വന്നൊരു ഭാരമായിരുന്നെന്ന് എനിക്കറിയാം. എനിക്കും അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പൊ അങ്ങനെയല്ല. എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ലെന്ന് ഞാൻ കരുതിയ പല കാര്യങ്ങളും തിരിച്ചു തന്ന ഒരു ഒരു സുന്ദരനും സുമുഖനും സർവോപരി. അയ്യടാ, അത്രയൊന്നുമില്ല. മോളൂസേ, പോവാതെ ഇങ്ങ് വാ. ഏട്ടായി കെട്ടിപ്പിടി. ഇവനെ ഞാൻ ഇന്ന് ആ
വൈകടി. അതെ, ഞാൻ ഇനി ഒരു സത്യം പറയട്ടെ. ഇത് ഞാൻ സ്വന്തമായിട്ട് കാശ് മുടക്കി മേടിച്ചതാ. ഇതിന്റെ മുക്കാലും നീ ഒറ്റയ്ക്കാ കുടിച്ചത്. അതുകൊണ്ട് നാളത്തെ മുഴുവൻ ജോലി നീ ഒറ്റയ്ക്ക് ചെയ്യണം.